എല്ലാവർക്കും റേസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 10 ബയോളജിയുടെ ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്ററിലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന സെക്ഷനാണ്. പ്ലാന്റ്സിലും അനിമൽസിലും എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് നടക്കുന്നത് എന്നതാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ആദ്യമായിട്ട് അനിമൽസിലെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ നടക്കുന്നു എന്നതാണ് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ അനിമൽസ് ഇപ്പം നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കുന്നത് എന്ത് വഴിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം വഴിയാണ്. അതായത് ബ്ലഡ് വഴിയാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അല്ലേ. ഇത്തരത്തിൽ ബ്ലഡിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ബ്ലഡിനകത്ത് പ്രധാനമായിട്ട് കമ്പണൻസ് എന്തൊക്കെയുണ്ട്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ കൂടെ നമ്മുടെ വെയിൻസ് അല്ലെ ആർട്ടറിയിൽ കൂടെ നമ്മുടെ ബ്ലഡ് വെസൽസ് കൂടി ബ്ലഡ് പോവുകയാണെങ്കിൽ അതിനൊരു ചെറിയ ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടായി മാറുന്നു. ആ ക്ലോട്ടായി മാറുന്നതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലഡ് കൂടാതെ മറ്റൊരു ട്രാൻസ്പോർട്ടിംഗ് മീഡിയം കൂടി ഉണ്ട്. അതിന് പറയുന്ന പേര് ലിംഫ് എന്നാണ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്നിട്ടും ബ്ലഡിൻ്റെ കുറച്ച് കമ്പോണൻസ് ഊസസ് ഔട്ട് ചെയ്ത് മാറുന്നതിന് പറയുന്ന പേരാണ് ലിംഫ്. പക്ഷേ എന്താണ് ലിംഫും ബ്ലഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ബ്ലഡിന് റെഡ് കളർ ഉണ്ട്, എന്നാൽ ലിംഫിന് റെഡ് കളർ ഇല്ല എന്നതാണ്. കളർലെസ് അല്ലെങ്കിൽ ഒരു വിസ്കസ് കളർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലഡിന് കളർ കൊടുക്കുന്ന ആളെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിനാണ്. ആ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്തിലില്ല? ലിംഫിലില്ല. പക്ഷേ ആ ലിംഫ് വഴിയും ഈ ബ്ലഡ് വഴി നടക്കുന്ന ട്രാൻസ്പോർട്ടേഷനായിട്ടുള്ള ഈ ന്യൂട്രിയൻസും അങ്ങനെയുള്ള എലമെൻസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്ലഡിനെ കുറിച്ചിട്ട് ലിംഫിനെ കുറിച്ചിട്ട് ഏകദേശം ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ സർക്കുലേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആൾ നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ ശരീരത്തേക്ക് ബ്ലഡ് കറക്റ്റ് പമ്പ് ചെയ്ത് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഹാർട്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹ്യൂമൻ ഹാർട്ടിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബറാണ്, 4 ചേംബർ ഉണ്ട്. നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്തു വരുന്ന ഹയർ ഓർഗാനിസംസ് ആണ്. അതായത് നമുക്ക് മുൻപുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും ഓർഗനൈസേഷൻസ്, ജീവിക്കാനുള്ള ഓർഗനൈസേഷൻസ് കുറഞ്ഞ ആളുകളിൽ 4 ചേംബർ ഹാർട്ടില്ല. എന്തായാലും നമുക്ക് പറയാം, നമുക്ക് 4 ചേംബർ ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. ഹാർട്ടിൻ്റെ പടം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. ഹാർട്ടിൻ്റെ പടം നമുക്ക് 4 ചേംബറുള്ള ഹാർട്ടാണ്. ഇതൊരു ചേംബർ, ഇതൊരു ചേംബർ, ഇതൊരു ചേംബർ, ഇതൊരു ചേംബർ. ഹാർട്ട് ഇങ്ങനെ 4 അറകളായിട്ട് അത് വരച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ഏറ്റവും ടോപ്പിലെ അറയ്ക്ക് പറയുന്ന പേര്, ഏറ്റവും ടോപ്പിലെ 2 അറകൾക്കും ഏട്രിയം എന്ന് പറയും, ബോട്ടമിലെ 2 അറകൾക്കും വെൻട്രിക്കിൾ എന്ന് പറയും. ഇനി ലെഫ്റ്റ് സൈഡിലെ ടോപ്പ്, അതായത് ഇതിന് പറയുന്ന പേര് റൈറ്റ് ഏട്രിയം എന്നാണ്. നമ്മുടെ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് വരുന്നതാണ് റൈറ്റ്. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ഇത് റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഏട്രിയോ വെൻട്രിക്കിളും എന്താണെന്ന് മനസ്സിലായി. ഏട്രിയം എന്ന് പറഞ്ഞാൽ ചെറിയ അറകളാണ്, വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇച്ചിരി വലിയ അറകളാണ്. ഇവിടെ കൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുമ്പോഴാണ് ഹാർട്ട് വഴി ബ്ലഡ് നല്ല ഫോഴ്സിൽ പമ്പ് ചെയ്തിട്ട് നമ്മുടെ വേരിയസ് ബോഡി പാർട്സിലേക്ക് എൻ്റർ ചെയ്യപ്പെടുകയും നമുക്ക് ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി പറയാം. ബ്ലഡ് ഇവിടെ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു, റൈറ്റ് ഏട്രിയത്തിലേക്ക് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് എൻ്റർ ചെയ്യുന്നു. ഇനി എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ്, പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ബോഡി പാർട്സിലേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതിന് മുൻപായിട്ട് 2 ടൈപ്പ് ബ്ലഡ് വെസൽസിനെ കുറിച്ചിട്ട് പറയാം. നമ്പർ 1 ആർട്ടറി, നമ്പർ 2 വെയിൻ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ? ആർട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ജസ്റ്റ് സിമ്പിളായിട്ട്. ആർട്ടറി എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽ. ഇനി വെയിൻ എന്ന് പറഞ്ഞാൽ ഇംപ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽ. ഈ ഹാർട്ട് പഠിച്ച് കഴിയുമ്പോൾ കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതും കൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, ഒരു വെയിൻ വഴി വിവിധ ബോഡി പാർട്സിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ് നേരെ ഇങ്ങോട്ട് വരുന്നു. ഇംപ്യുവർ ബ്ലഡ് നേരെ വന്നിട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇത് നമ്മൾ പറയുന്നത് ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് ആണ്. റൈറ്റ് ഏട്രിയത്തിൽ എന്തുണ്ട്? ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്. അത് ഒരു വാൽവ് വഴി ഇവിടെ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ വന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ വന്നേ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. വാൽവ് മീൻസ്
ടു പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ്. അതായത് ഇവിടെ വന്ന ബ്ലഡിനെ തിരിച്ച് അങ്ങോട്ടേക്ക് ഏട്രിയത്തിലോട്ട് കയറി പോവില്ല, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് ഒരു വാൽവ്. ഇതിന് പറയുന്ന പേര് ട്രൈ കസ്പിഡ് വാൽവ് എന്നാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ട്രൈ കസ്പിഡ് വാൽവ്. വാൽവ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ് എന്നാണ്. അപ്പം ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് വെയിൻ വഴി റൈറ്റ് ഏട്രിയത്തിൽ വന്നു, അത് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിൽ വന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് നമ്മളെങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്കാണ് അത് പോകുന്നത്. ഇവിടുന്ന് ഒരു ബ്ലഡ് വെസൽ തുടങ്ങുകയാണ്, ആ ബ്ലഡ് വെസൽ വഴി അത് ലങ്സിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ലങ്സിലേക്ക് പോകുന്ന ആ ബ്ലഡ് വെസലിന് പറയുന്ന പേര് പൾമണറി ആർട്ടറി എന്നാണ്. അപ്പോൾ പൾമണറി ആർട്ടറിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞു പ്യുവർ ബ്ലഡ് മാത്രം ക്യാരി ചെയ്യുന്ന ആളാണ്, പക്ഷേ പൾമണറി ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഇംപ്യുവർ ബ്ലഡ് ആണ്. പൾമണറി ആർട്ടറി ലങ്സിൽ പോയിട്ട് ലങ്സിൽ നിന്നിട്ട് കാർബൺ ഡയോക്സൈഡിനെ ലിബറേറ്റ് ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡായി മാറിയിട്ട് ആ ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ടുള്ള പ്യുവർ ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്തു, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിൻ എന്ന് പറഞ്ഞാൽ ഇംപ്യുവർ ബ്ലഡ് മാത്രം ക്യാരി ചെയ്യുന്ന ആളാണെന്ന്, പക്ഷേ പൾമണറി വെയിൻ എന്നത് പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസലാണ്. മനസ്സിലായോ ആ ഒരു വ്യത്യാസം? അപ്പോൾ അത് പ്യുവർ ബ്ലഡായിട്ടുള്ള സാധനം ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നു. ആ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നിട്ടും ഒരു വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. ഈ വാൽവിന് പറയുന്ന പേര് ബൈ കസ്പിഡ് വാൽവ് എന്നാണ്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നതിന് ശേഷം ആ പ്യുവർ ബ്ലഡ് അയോർട്ട അല്ലെങ്കിൽ മെയിൻ ആർട്ടറിക്ക് പറയുന്ന പേരാണ് അയോർട്ട. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ട എന്ന ആർട്ടറി വഴി പ്യുവർ ബ്ലഡ് നമ്മുടെ വേരിയസ് ബോഡി പാർട്സിലേക്ക് പോകുന്നു, അവിടെ ന്യൂട്രിയൻസിനെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ ഓക്സിജനെ കൊടുത്തിട്ട് തിരിച്ച് കാർബൺ ഡയോക്സൈഡിനെ കിട്ടുന്നു. ആ കാർബൺ ഡയോക്സൈഡ് നേരെ തിരിച്ച് വെയിൻ വഴി റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു. അത് പിന്നെയും സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പഠിക്കാനുള്ള 3 വാൽവുകൾ: ഒന്ന് ട്രൈകസ്പിഡ് വാൽവ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അടുത്തത് ബൈകസ്പിഡ് വാൽവ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഒരു വാൽവ് കൂടെ ഉണ്ട്. നമ്മൾ പൾമണറി ആർട്ടറിയിലോട്ട് ബ്ലഡ് വെസൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഇതിന് പറയുന്ന പേര് സെമി ലൂണാർ വാൽവ് എന്നാണ്. സെമി ലൂണാർ വാൽവ്. ഇനി പറയുന്നുണ്ട് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് അവിടെ ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ ദി ടേം ഡബിൾ സർക്കുലേഷൻ? അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ സർക്കുലേഷൻ എന്താണ് എന്നിട്ടുള്ള കാര്യമാണ്. ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സർക്കുലേഷൻസ് സച്ച് ആസ് സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമണറി സർക്കുലേഷൻ. എന്താണ് സിസ്റ്റമിക് സർക്കുലേഷൻ, എന്താണ് പൾമണറി സർക്കുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴത്തേക്ക് ഇതിനുള്ള ആൻസറായി. ഞാൻ പറഞ്ഞു പൾമണറി എന്ന വാക്കിൻ്റെ അർത്ഥം ലങ്സ് എന്നതാണ്. അതായത് നമ്മളിവിടെ 2 ടൈപ്പ് സർക്കുലേഷൻ പഠിക്കുന്നുണ്ട്. ഒന്ന് ലങ്സിലേക്ക് പോയിട്ട് ലങ്സിൽ നിന്ന് വരുന്ന സർക്കുലേഷനും പിന്നെ ബാക്കി ഹാർട്ടിൽ കിടന്ന് കറങ്ങുന്ന ബ്ലഡിൻ്റെ സർക്കുലേഷനും. ലങ്സിൽ പോയിട്ട് ലങ്സിൽ നിന്നിട്ടും, അതായത് കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നിട്ടും ലങ്സിലേക്ക് പോയിട്ട് ലങ്സിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന സർക്കുലേഷന് പറയുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ അതാണ്. പൾമണറി സർക്കുലേഷൻ മീൻസ് റൈറ്റ് വെൻട്രിക്കിൾ, ദി ബ്ലഡ് ഫ്ലോ ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ് through pulmonary artery and it carries oxygen and it moves to left atrium through pulmonary vein. This circulation is known as pulmonary circulation. Then pulmonary circulation complete ചെയ്തു. Then what do you mean by systemic circulation? Systemic circulation means left ventricle നിന്നിട്ടും അയോർട്ട വഴി വേരിയസ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് പോയിട്ട് അത് കാർബൺ ഡയോക്സൈഡിനെ ക്യാരി ചെയ്തിട്ട് ഇംപ്യൂർ ആയിട്ട് മാറിയിട്ട് അത് നേരെ വന്ന് റൈറ്റ് ഏട്രിയം വരെ വരുന്നു. അപ്പം from left ventricle to various body parts and reaches to veins and it reaches to right atrium. ഇത്തരത്തിൽ ലങ്സ് ലെഫ്റ്റ് വെൻട്രിക്കിൾ മുതൽ അയോർട്ട വഴി പോയിട്ട് വെയിൻ വഴി റൈറ്റ് ഏട്രിയത്തിൽ വരുന്ന സർക്കുലേഷൻ. ദി സർക്കുലേഷൻ സ്റ്റാർട്ടിങ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ to various body parts through aorta and it becomes deoxygenated and it's carried by veins and it reaches to the right atrium. This circulation is called systemic circulation. That is why the human heart is, or human circulation is known as double circulation. What do you mean by double circulation? Which means double circulation means it contains 2 type of circulations such as systemic circulation and pulmonary circulation. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹ്യൂമൻ ഹാർട്ട് എന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇത്രയും നേരം കൊണ്ടിട്ട് എന്തിൻ്റെ സർക്കുലേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഹ്യൂമൻ ബീൻസിൽ അല്ലെങ്കിൽ അനിമൽസ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഹ്യൂമൻ ബീൻസിൻ്റെ സർക്കുലേഷനാണ് പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ,
അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്ലാന്റ്സിലെ സർക്കുലേഷനാണ്. പ്ലാന്റ്സിലെ സർക്കുലേഷനായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സൈലം. അടുത്ത രണ്ടാമത്താണ് ഫ്ലോയം. ഇത് രണ്ട് വഴി വാട്ടർ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സൈലം ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടാണ്. ഫുഡ് ട്രാൻസ്പോർട്ട്. ഇവിടെ നിന്ന് അറിയേണ്ട മറ്റൊരു ടേം ഉണ്ട്, വാട്ട് യു മീൻ ബൈ ട്രാൻസ്പിറേഷൻ. അതുപോലെ തന്നെ അറിയേണ്ട മറ്റൊരു കാര്യമാണ് വാട്ട് യു മീൻ ബൈ അസെൻറ്റ് ഓഫ് സാപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോന്നും പറഞ്ഞു കൊടുക്കാം. പ്ലാന്റ്സിലെ സർക്കുലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സൈലം, ഫ്ലോയം എന്നിവരാണ് പ്ലാന്റ്സിലെ സർക്കുലേഷൻ അല്ലെങ്കിൽ പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കർ ചെയ്യുന്നത്. ഒരു പ്ലാന്റിൽ വാട്ടർ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് സൈലം വഴിയാണ് ഫ്രം റൂട്ട് വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് റീച്ചസ് ടു ലീവ്സ്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് ആരാണ്? സൈലമാണ്. അടുത്ത ഫ്ലോയം എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടാണ്. നോക്കൂ, സൈലം വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് ആയതുകൊണ്ടിട്ട് തന്നെ അത് യൂണി ഡയറക്ഷനിലാണ്. അതായത് അങ്ങോട്ട് പോയ വാട്ടർ ആ ഒരു പ്ലാന്റിൻ്റെ തണ്ടിൽ നിന്നിട്ട് തിരിച്ചേക്ക് ഇറങ്ങി വരില്ല. ഓക്കെ, അടുത്തതായിട്ട് പറയുന്ന ഫ്ലോയത്തിൻ്റെ ട്രാൻസ്പോർട്ടാണ്. ഫ്ലോയത്തിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫുഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ബൈ ഡയറക്ഷനിലാണെന്നും പറയാം. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയിട്ട് ഈ ലീവ്സിൽ ഫുഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫുഡിനെ അതിൻ്റെ ടാർഗറ്റ് ആയിട്ടുള്ള പല സസ്യങ്ങളിലും പല സ്ഥലത്തല്ലേ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും റീട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് കമ്പോണൻസ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ സൈലത്തിൻ്റെ ഫംഗ്ഷനും ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷനും മനസ്സിലായി. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു മെക്കാനിസമാണ് എങ്ങനെയാണ് ഹൗ വാട്ടർ റീച്ച് ടു ദി ലീഫ്, എങ്ങനെയാണ് വാട്ടർ ലീഫിലേക്ക് റീച്ച് ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവിടെ എഴുതാം, ഹൗ വാട്ടർ റീച്ച് ടു ദി ടോപ്പ് ഓഫ് പ്ലാന്റ് എന്ന് മതി. ടോപ്പ് ഓഫ് പ്ലാന്റ് അല്ലെങ്കിൽ ലീഫ്. എങ്ങനെയാണ് വാട്ടർ ലീഫിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ സൈലം വഴിയാണ്. അതായത് ഒരു കണ്ടിന്യൂസ് വാട്ടറിൻ്റെ ചാനൽ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് മുതൽ ആ ഒരു സ്റ്റെമ്മ് വഴി ലീഫ് വരെയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് വാട്ടറിൻ്റെ അവിടെ കാണപ്പെടുക. ഓക്കെ, ഇത്തരത്തിൽ ലീവ്സിൻ്റെ സർഫസിൽ വാട്ടർ ഇരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്റ്റൊമാറ്റ വഴിയിട്ട് ഇവാപ്പറേറ്റീവ് ലോസ് ആയിട്ട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഇത്തരത്തിൽ വാട്ടറിൻ്റെ ഒരു കണ്ടിന്യൂസ് ഫിലിമിൽ വാട്ടർ ലീവ്സിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ വാട്ടർ ഡെഫിഷ്യൻ്റ് ആവത്തില്ലയോ, വാട്ടറിൻ്റെ എമൗണ്ട് കുറയത്തില്ലയോ? ഇത്തരത്തിൽ വാട്ടറിൻ്റെ എമൗണ്ട് കുറയുമ്പോഴത്തേക്ക് പ്ലാന്റ്സിൻ്റെ ബോട്ടം സൈഡിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. ഈ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് സൈലം ചാനൽ വഴി മുകളിലോട്ട് പോകുന്നത്. വാട്ടർ റൂട്ടിൽ നിന്നും കയറിയിരിക്കുന്ന വാട്ടർ നമ്മുടെ സ്റ്റെമ്മ് വഴി മുകളിലേക്ക് പോകുന്നത്. അതിന് പറയുന്ന പേരാണ് അസെൻറ്റ് ഓഫ് സാപ്പ്. അതായത് അപ്ടേക്ക് ഓഫ് വാട്ടർ ആൻഡ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. അപ്ടേക്ക് ഓഫ് വാട്ടർ എന്നത് നമ്മുടെ റൂട്ടിലെ ഹെയർ സെൽസ് ഉണ്ട്. റൂട്ട് ഹെയർ സെൽസാണ് മണ്ണിൽ നിന്നിട്ടും വാട്ടറിനെ അപ്ടേക്ക് ചെയ്യുന്നത്. അബ്സോർബിങ് ഓഫ് വാട്ടർ. അത് കഴിഞ്ഞിട്ടാണ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. സ്റ്റെമ്മിലൂടെ മുകളിലേക്ക് പോകുന്നു. അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു പ്രഷറാണ്. ഒരു പ്രഷറിൻ്റെ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് സ്റ്റെം വഴി വാട്ടർ മുകളിലേക്ക് പോകുന്നത്. ആ പ്രഷർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ട്രാൻസ്പിറേഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ ട്രാൻസ്പിറേഷൻ ഇസ് ദി ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്റ്റൊമാറ്റ. ഇനി ട്രാൻസ്പിറേഷൻ കൊണ്ട് പ്ലാന്റ്സിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ വാട്ടർ കയറി വരുന്നതിന് അസെൻറ്റ് ഓഫ് സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ലീഫിൻ്റെ സർഫസ് കൂളാക്കും. അതായത് വാട്ടറി കണ്ടൻറ്റ് ലീവ്സിൻ്റെ സർഫസിൽ പറ്റുമ്പോഴത്തേക്ക് അവിടെ ലീഫ് സർഫസ് കൂളാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സിന്. അപ്പം
ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്ലാന്റ്സിൽ മെയിനായിട്ടും സൈലവും ഫ്ലോയവുമാണ്. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് മോളിക്യൂൾസ്. ആൻഡ് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്ടേക്ക് ഓഫ് വാട്ടർ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം സോയിൽ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ആരാണെന്ന് ചോദിച്ചാൽ റൂട്ട് ഹെയർ സെൽസ് ആണ്. ആ റൂട്ട് ഹെയർ സെൽസ് സൈലം ചാനലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. സൈലം ചാനലിൽ ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ട്രാൻസ്പിറേഷൻ കൊണ്ടിട്ട് കണ്ടിന്യൂസ് ഫിലിംസ് ഓഫ് വാട്ടറിൽ ഉണ്ടാകുന്ന ഡാമേജ്, വാട്ടർ കുറച്ച് മുകളിൽ നിന്ന് ലോസായി പോയി ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടിട്ടുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസിൻ്റെ ഇൻഫ്ലുവൻസിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ത്രൂ സ്റ്റെം നടക്കുന്നു. അങ്ങനെ വാട്ടർ റീച്ചസ് ടു ലീവ്സ് എത്തുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. സൈലത്തിൻ്റെ ചാനൽ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് ഫ്ലോയത്തിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മോളിക്യൂൾസ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്. നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് കാണാം അടുത്ത വീഡിയോയിലൂടെ. അപ്പോൾ അതുവരേക്കും എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക.